ഈ കത്തുണ്ടേ നിന്റെ അടുത്ത് പലവണ പറഞ്ഞ എന്റെ ഭാഗത്ത് തെറ്റുന്നു സമ്മതിച്ചു. എന്നിട്ട് നീ എന്ത് തരത്തില് ഡൈവേഴ്സ് നോട്ടീസ് അയക്കണേ? ഹലോ 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 ചായക്ക് ചൂടിലടി. ചായ ഞാൻ എപ്പോൾ കൊണ്ടുവച്ചതാ? നീ ഇപ്പൊ ചൂടാക്കാനെന്താ? അപ്പോഴട്ടെ എടാ, നീ അവളോട് നേരിട്ട് സംസാരിക്കണം. തെറ്റ് നിന്റെ ഭാഗത്താ. ഫോണിലൂടെ അല്ല ഒരു ബന്ധം തുടങ്ങേണ്ടത് നടത്തേണ്ടത്. അങ്ങനെ ചെയ്തതിൻ്റെ ഇപ്പം അനുഭവിക്കണം. അമ്മ സോറി, ഞാൻ അറിയാതെ ചെയ്തതാ. എനിക്കറിയാം അമ്മ, തെറ്റെൻ്റെ ഭാഗത്താണ്. അത് കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ തെറ്റെൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ സോറി പറയാറില്ലേ? അങ്ങനെ പറയുമ്പോൾ അമ്മ ഓക്കെ ആവണില്ലേ? പിന്നെന്താ അവൾക്ക് ഓക്കെ? എത്ര തവണ അവളെ കാലുപിടിക്കണം? വരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ദിവസം ഞങ്ങളുടെ വീട്. എടാ, നിന്റെ അപ്പനും വലിയ ദേഷ്യക്കാരനെന്താ? അപ്പന് നിന്റെ പ്രശ്നം മനസ്സിലാവും. ഒരാളാണ് അപ്പനെ ഒരു ഉപായം പറഞ്ഞു തന്നത്. അതായത് ഇനി നിനക്ക് ദേഷ്യം തോന്നുമ്പോഴേ ആ മതിൽ കണ്ടോ, അവിടെ ഒരു ആണി എടുത്തിട്ട് ആ മതിലിൽ തറക്കണം ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും. അപ്പൊ നിന്റെ ദേഷ്യമൊക്കെ മാറണം. അപ്പൊ ഈ പരിപാടി ശരിയല്ല കേട്ടോ, എനിക്കിത് മാറ്റില്ല. ഞാൻ പറയാൻ മറന്നു. നീ ആണി അടിച്ചാൽ മാത്രം പോരാ, നീ പ്രശ്നം ഉണ്ടാക്കിയ ഓരോ ആളുകളുടെ അടുത്തും പോയിട്ട് നീ മാപ്പ് പറയണം. അതെ, അങ്ങനെ ഓരോരുത്തരടുത്തും മാപ്പ് പറയുമ്പോൾ ഇവിടെ നിന്ന് ഓരോ ആണി അടിച്ചു മാറ്റണം. അപ്പം നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പാ ആ പരിപാടി നടപടിയാണില്ല കേട്ടോ. നീ ആണിയെ കഴിച്ച അയച്ചു. നീ അതിൻ്റെ കോലം ചെന്ന് നോക്ക് കേട്ടാ. ആണികൾ പറിച്ചപ്പോൾ ഈ കുഴികളൊന്നും അടഞ്ഞില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഈ മറ്റുള്ളവരുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവുകളും. മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം അവ ഉണങ്ങണമെന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയതിന് ശേഷം എത്ര മാപ്പ് പറഞ്ഞാലും ആ മുറിവൊരിക്കലും ആയില്ല. ഇനി ഞാൻ ആരുടെ ഹൃദയത്തിലും ആണിയടിക്കില്ല. സത്യം.